ഓൾ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ടിരിക്കണ്. ഇവിടെ ആരും ഇല്ല കേട്ടോ. അന്ന് ഞാനിൻ്റെ എപ്പി മാത്രം തന്നെ ഉള്ളൂ. എന്നത്തെയും പോലെ ഇമ്മ തൊഴിലുറപ്പിന് പോയി, പിള്ളേർ സ്കൂൾക്ക് പോയി. അപ്പോൾ എനിക്ക് ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു നിങ്ങളോട്. ഒരു സന്തോഷകരമായ കാര്യം തന്നെയാണ്. അപ്പോൾ അത് പറയണമെന്നുണ്ടായിരുന്നു. നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അത് സംഭവിച്ചത് കേട്ടോ. അപ്പോൾ ഞപ്പാനെ കാണിച്ചു തരാം. അപ്പോൾ അവിടെ കെടുക്കുകയാണ് കേട്ടോ ആള്. ഇപ്പാ ആള് കെടുക്കുകയാണ്. ആൾക്ക് തീരെ വയ്യ, കൊരയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കെടുക്കുകയാണ്. അങ്ങനെ ആളവിടെ കിടന്നോട്ടെ, ഞാൻ പറയാം. ആൾ ഇത്രയും നേരം ഇവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പം ചായ ഒക്കെ കുടിച്ച് ഇതൊക്കെ ആയപ്പോൾ ആൾക്ക് ആണ്ട് പോയി കിടന്നതാണ്. അങ്ങനെ അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റിയിൽ എൻ്റെ QR കോഡും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു. എൻ്റെ ഉപ്പാക്ക് സഹായിക്കണം എന്ന് പറഞ്ഞിങ്ങാണ്ട്, ഇങ്ങനെ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിങ്ങാണ്ട് സഹായിക്കണം എന്ന് പറഞ്ഞിങ്ങാണ്ട് ഞാൻ ഇട്ടിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ കസാല ഇവിടെ വെച്ചിരിക്കണം. കൈ ഇങ്ങനെ വെക്കുമ്പോൾ മുന്നിൽ കസാല വെച്ചിട്ട് അങ്ങനെ കൈ ഇങ്ങനെ നീളത്തി വെച്ചിട്ട് ആയിക്കോട്ടെ, അവരിങ്ങനെ കൈ കടയുണ്ടതാണ്. അങ്ങനെ QR കോഡും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു. അൽഹംദുലില്ലാഹ് ഒരുപാട് ആൾക്കാർ സഹായിച്ചു കേട്ടോ. ഒരുപാട് ആൾക്കാർ സഹായിച്ചു. അൽഹംദുലില്ലാഹ് അല്ലാഹ് അവർക്ക് നല്ലത് മാത്രം കൊടുക്കട്ടെ. ആഫിയത്ത് ആയുസ്സ് ആരോഗ്യം കൊടുക്കട്ടെ അവർക്ക്. ഇനി ഇതുപോലെ സഹായിക്കാനുള്ള കഴിവും കൊടുക്കട്ടെ, കയ്യിൽ കൊടുക്കട്ടെ പടച്ചോന്. അവരെ കയ്യിലുണ്ടായ ഏതാണ് ഇന്നിപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ പറ്റിയത്. ഇനിയും എൻ്റെ ഉപ്പാൻ്റെ ഓപ്പറേഷത്തിന് ഒക്കണം കേട്ടോ, ക്യാഷ് ഒക്കാണ്ട്. ഞാനന്ന് പറഞ്ഞിരുന്നല്ലോ, ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ഞാൻ പോലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ അത് നിങ്ങൾ ഏറ്റെടുക്കുക ആ വീഡിയോ എന്നുള്ളത്. ഞാൻ അന്നെന്തോ അങ്ങനെ സംഭവിച്ചപ്പോൾ ഇപ്പാൻ്റെ പിരിച്ചിരുന്നു. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇപ്പാക്ക് പിരിച്ചിരുന്നു. അത് പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ട് നിന്നപ്പോൾ ഇനി പിരിക്കണ്ടെന്ന് വെച്ചപ്പോൾ എന്ത് ചെയ്യും, നാളെ ഇനിയിപ്പോൾ ഇപ്പാൻ്റെ ചികിത്സക്ക് ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ഇത് വന്നിട്ടോ, ചോദ്യം വന്ന്. അതാണ് ഇപ്പം ഞാൻ ആകെ കണ്ട് അപ്പത്തെ ആ ഒരു ഇതിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല അത് വീഡിയോ ഇടണം, ഇനി കയറുന്ന പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല കേട്ടോ. ഇൻ്റെത് അങ്ങനെ ഇങ്ങനത്തെ വീഡിയോ ഇട്ട കയറില്ല. ഞാൻ സ്കിറ്റാണ് ചെയ്യണം. നിങ്ങൾ കാണേണ്ടല്ലേ, ഞാൻ സ്കിറ്റാണ് ചെയ്യല്. ഞാൻ ഉപ്പാൻ്റെ വീഡിയോ ഒന്നും ഞാൻ കൂടുതൽ ഇടലില്ല കേട്ടോ. പക്ഷെ ഇപ്പം എന്താ എൻ്റെ നിവൃത്തിയില്ലാത്ത ഏത് ഞാൻ ഇട്ടതാണ്, അങ്ങനെ ഇട്ടതായിരുന്നു. പക്ഷെ അത് അത്ര കയറുന്നോ അത്രയും ആൾക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്നോ ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. മനസ്സിൽ പോലും ഞാൻ കരുതിയിട്ടില്ല. കാരണം നിങ്ങളിന്നെ ഈ വീഡിയോ കൂടെ കാണുന്ന ഒരിത് മാത്രമേ ഉള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല, അറിയൂല്ല, അങ്ങനെയൊക്കെ. അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പം ഞാൻ കമ്മ്യൂണിറ്റിയിൽ QR കോഡ് ഇട്ടിരുന്ന് ഒരുപാട് ആൾക്കാർ സഹായിച്ച്. ജപ്പാക്ക് ഞാനൊരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് 75,000 ഉറുപ്പ്യാണ് ഓപ്പറേഷത്തിന്. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നുണ്ട്, നിങ്ങളെ കൊണ്ട് കഴിയണ മാതിരി എൻ്റെ ഉപ്പാൻ്റെ ആ ഓപ്പറേഷത്തിനൊന്ന് നിങ്ങൾ സഹായിക്കണം കേട്ടോ. ഞാൻ അത്രേ പറയുള്ളൂ. ഉള്ളതുപോലെ സഹായിച്ചാൽ മതി. അങ്ങനെ കേട്ടോ. പിന്നെന്തൊക്കെ വേറെ എന്തൊക്കെയാ? അപ്പം ഞാൻ കൂടുതലൊന്നും ഞാൻ ഉപ്പാൻ്റെ പറഞ്ഞ വീഡിയോ ഇടലില്ല കേട്ടോ. ഒന്നാമത് ഇപ്പാൻ്റെ എന്ത് പറഞ്ഞിട്ടപ്പം ഞാൻ വീഡിയോ ഇടയിൽ ഇപ്പം ഇങ്ങനെ സുക്കടാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇടലില്ല. കാരണം അറിയാം, ഒരുവിധം എല്ലാവർക്കും അറിയാം. കാരണം എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം, സ്കിറ്റ് കാണുന്ന ആൾക്കാർക്ക് അറിയാം. ഞാൻ ഇതിൻ്റെ മുന്നേ എൻ്റെ ഉപ്പാനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയ ടൈമിൽ ഞാൻ വീഡിയോ ഇട്ടിരുന്നു. ഇങ്ങനെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അങ്ങനെ അറിയാം. പിന്നെ നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ കുറവായ കാരണം നമുക്ക് അതിമൊന്നും അങ്ങനെ റവന്യൂ കാര്യങ്ങളൊന്നും കിട്ടൂല അങ്ങനെ. പക്ഷെ ഞാൻ അന്നിട്ട വീഡിയോ ഞാൻ വിചാരിച്ചില്ല ക്ലിക്കാവും എന്നുള്ളത്, വിചാരിച്ചിട്ടില്ല, ക്ലിക്കായി. അതിലാണ് എന്നോട് പറഞ്ഞത് നിങ്ങൾ ഗൂഗിൾ പേ ഞാൻ ഇടണമെന്ന് വിചാരിച്ചിരുന്നില്ല. QR കോഡ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇടണം തന്നെ ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ അതിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞു നിങ്ങൾ ഗൂഗിൾ പേ നമ്പർ വിടുകയും ഞങ്ങൾ സഹായിക്കാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഞങ്ങളെക്കൊണ്ട് പറ്റണ മാതിരി ഞങ്ങൾ സഹായിക്കാമെന്നാണ്. പക്ഷെ ഞാൻ ഗൂഗിൾ പേ നമ്പർ ഇട്ടിട്ടില്ല. അത് ആ നമ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യണ ഇതിൽ തന്നെയാണ് QR കോഡ് വന്നിട്ട്. പിന്നെ ഇപ്പാക്കിച്ചിട്ട് അങ്ങനെ അക്കൗണ്ടും കാര്യങ്ങളും ഇതൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഗൂഗിൾ പേ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ അതാണ് ഞാൻ QR കോഡ് ഇട്ടത്. ആ QR കോഡിലിട്ടാലും ഇപ്പം നമ്മൾ
മതിയല്ലോ. QR കോഡ് ഇട്ടാലും അതിൽ സ്കാൻ ചെയ്താലോ ഇതാവാലോ വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ QR കോഡ് ഇട്ടത്. ഗൂഗിൾ പേ നമ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഫോണാണ് അത്. അപ്പോൾ അതാണ് ഞാൻ ആ നമ്പർ ഇടാഞ്ഞത്. പിന്നെ ഞാൻ എൻ്റെ ഉപ്പാൻ്റെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഞാൻ വേറൊരു നമ്പർ ഞാൻ ഇതിൽ കൊടുക്കട്ടെ. പക്ഷേ ഞാൻ പറയുകയാണ്, ഇപ്പോഴും ഞാൻ പറയുകയാണ്. അല്ല ചിലവർക്ക് വിളിക്കണം ചെയ്യണം എന്നൊക്കെ വിളിക്കണം എന്നുണ്ടാവും, വിളിച്ചിങ്ങാണ്ട് ഇങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എല്ലാവരും ചോദിക്കുന്നുണ്ട് എത്താൻ നമ്പർ തരുമോ എന്നൊക്കെ. അപ്പോൾ ഞാനൊരു നമ്പർ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട്. അത് എൻ്റെ ഉപ്പാൻ്റെ അടുത്താവും ഫോൺ, എൻ്റെ ഉപ്പാൻ്റെ നമ്പറാണ്. അപ്പോൾ ഉപ്പാൻ്റെ അടുത്താവട്ടെ, ഉപ്പാൻ്റെ അടുത്ത് തന്നെ ഇപ്പം ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ആ നമ്പർ ഞാൻ കൊടുക്കട്ടെ. അത് ഞാൻ കൊടുക്കണ്ട്, ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുക്കണ്ട്. ഉപ്പാനെ വിളിച്ചാൽ കിട്ടുന്ന നമ്പറാണ്. നിങ്ങൾക്ക് എൻ്റെ ഉപ്പാനെ വിളിക്കണമെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിലൊക്കെ ഉപ്പാൻ്റെ വിവരങ്ങൾ അറിയണം എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ ഉപ്പാക്ക് വേണ്ടിയ സഹായിച്ച ആൾക്കാർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ആവുന്നുള്ളത്. ഇങ്ങനെ എനിക്ക് പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു വാതിൽ അടഞ്ഞാൽ ഒരു വാതിൽ പടച്ചോൻ തുറന്ന് തരുമെന്ന് പറഞ്ഞത് സത്യമാണ് കേട്ടോ. കാരണം ഞങ്ങൾക്ക് ഞങ്ങളപ്പാൻ്റെ ചികിത്സ മുടക്കാൻ പറ്റില്ല. പിന്നെ ഒരുപാട് പേര് ഞാൻ കമൻറ്റിൽ ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് ആങ്ങളില്ല ഹസ്ബൻഡില്ല. ഞങ്ങളോ താമസിക്കണത് വാടക വീട്ടിലാണ് കേട്ടോ. ആങ്ങളുണ്ട്, അവപ്പ അവിടെ പോയിട്ടുള്ളൂ. പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവനൊരു ഇതിലാണ്. പക്ഷെ വല്ലാതെ ശമ്പളവും കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നാമത് എത്തിപ്പോവാഞ്ഞിട്ടാണ്. എന്തെങ്കിലും ഒരു നിവൃത്തി നമുക്ക് ഉണ്ടായിങ്ങാണ്ട് നമ്മൾ ആരും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യൂലല്ലോ. നമ്മൾ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആരും വീഡിയോ ചെയ്യൂലല്ലോ. എല്ലാവരും നയിച്ചുണ്ടാക്കുന്ന പൈസ തന്നെയല്ലേ. അപ്പം അറിഞ്ഞും കൊണ്ട് അങ്ങനെ ആരും ചെയ്യൂലല്ലോ വീഡിയോ. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ ചോദിച്ചിരുന്നു കേട്ടോ. ഞങ്ങൾ താമസിക്കുന്നത് വാടക വീട്ടിലാണ്. ഇപ്പം എൻ്റെ അടുത്താണ് കേട്ടോ. എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ആകെ 2 മക്കളുള്ളൂ. ഞാൻ എൻ്റെ അനിയ ഇവിടെ ഇല്ല. ഉപ്പാക്ക് ഇങ്ങനെ എപ്പോഴും അസുഖവും കാര്യങ്ങളും വന്നിട്ട് ഞാൻ ഇവിടെ കൊടുന്ന് നിർത്തിക്കുകയാണ്. ഉമ്മ പണിക്ക് പോകുമ്പോൾ ഉമ്മാൻ്റെ അടുത്ത് ഇപ്പാൻ്റെ അടുത്ത് ആരും ഉണ്ടാവില്ല. ഇപ്പം ഈ ഒരു കെടുത്തം മാത്രമാണ്, എണീക്ക് പോലും ഇല്ല. വേറെ ഫുൾ ടൈം കിടന്നിട്ട് ഓരോന്ന് ചിന്തിച്ച് കൂട്ടിയിട്ട് അസുഖം വരും. ഇപ്പം ഇങ്ങനെ നാവിവേദന ഉണ്ട്, കല്ലിൻ്റെ ആണ് തോന്നണ് എന്നൊക്കെ ഇങ്ങനെ ഇപ്പം ഇങ്ങനെ ഇരുന്ന് പറയും. ഊര വേദനിക്കുന്നുണ്ട്, നാവി വേദനിക്കുന്നുണ്ട്, ആ കല്ലെടുക്കണം അങ്ങനെ പറയും. അങ്ങനെ കേട്ടോ. പിന്നെ ആഴ്ചയിൽ 3 ദിവസമാണ് ഡയാലിസ്. ആഴ്ചയിൽ 3 ദിവസം ഡയാലിസ് ഉണ്ട്. തിങ്കൾ ബുധന് വെള്ളി ഡയാലിസ് ഉണ്ട്. ഞങ്ങളിവിടെ തിരൂര് താന്നൂര് മൂച്ചിക്കലാണ് കേട്ടോ ഡയാലിസ് ചെയ്യുന്നത്. ആദ്യം അൽഷിഫയിലാണ് ചെയ്തിരുന്നത്. പിന്നെ ഇപ്പം ഇങ്ങോട്ട് കിട്ടിയതാണ്. ഗവൺമെൻറ്റിൽ കൊടുത്തിട്ടില്ല എന്ന് ഒരുപാട് പേര് ചോദിച്ച്. ഗവൺമെൻറ്റിൽ കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഗവൺമെൻറ്റിൽ കൊടുക്കാഞ്ഞിട്ടല്ല, കുറേ ശ്രമിച്ചിരിക്കണ്, ഗവൺമെൻറ്റിൽ കൊടുത്തിക്കണ്. ഒരുപാട് ഇതിലുണ്ട് ഡയാലിസ് ഫ്രീ ആയിട്ട് കിട്ടണം. ഇതിലൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്, കിട്ടാഞ്ഞിട്ടാണ് അങ്ങനെ കേട്ടോ. പിന്നെ ഉപ്പാനെ കാണിക്കണത് പെരിന്തൽമണ്ണ MES ഹോസ്പിറ്റലാണ് കേട്ടോ. ആദ്യം കാണിച്ചിരുന്നത് അൽഷിഫ ഹോസ്പിറ്റലിലായിരുന്നു. പിന്നെ അതിന് പെരിന്തൽമണ്ണ MESക്ക് ആക്കി. നമുക്ക് കാശ് കൊണ്ട് ഒക്കാഞ്ഞിട്ട് പിന്നെ MESക്ക് ആക്കിയതാണ് കേട്ടോ. അങ്ങനെയൊക്കെ. അപ്പം എല്ലാവരും എൻ്റെ ഉപ്പാൻ്റെ അസുഖം പെട്ടെന്ന് മാറാൻ വേണ്ടി ദുആ ചെയ്യുക. അങ്ങനെ പെട്ടെന്നാണ് ഇപ്പം അങ്ങനെ ഒരു അസുഖം വന്നതും. അങ്ങനെ എന്താ ചെയ്യുക, പഠിച്ചവൻ ആർക്കും ഇതുപോലത്തെ ഒരു അസുഖം കൊടുക്കാതിരിക്കട്ടെ. ഇപ്പാൻ്റെ ഇത് കാണുമ്പോൾ തന്നെ മനുഷ്യന് ടെൻഷനാണ്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പാനോട് വെള്ളം കൂടി കുറയ്ക്കിന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറക്കൂല. ഇപ്പം അത് ഫുഡ് കഴിക്കലെന്ന് പറഞ്ഞാൽ കഴിക്കൂല. ഇപ്പൊക്കെ എന്തോ ഒരു വാശി പോലെയാണ് ആൾക്ക്. എന്താ ഞാൻ ചെയ്താൽ എന്നുള്ളൊരു വാശി ഉണ്ടാവില്ല. കുട്ടികളെ കണയിക്കണം കേട്ടോ. അങ്ങനെ അപ്പം എനിക്ക് എന്താ അങ്ങനെ പറയാന്നറിയില്ല കേട്ടോ. അതാണ് ഞാൻ അങ്ങനെ കുറേ മുണ്ടാതെ നിൽക്കുന്നത്. അപ്പം ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ QR കോഡ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കഴിയണ പോലെ എൻ്റെ ഉപ്പാൻ്റെ ചികിത്സക്ക് വേണ്ടി സഹായിക്കട്ടോ. ഇനിയും പൈസ ഒക്കാണ്ട് ഉപ്പാൻ്റെ ഓപ്പറേഷത്തിന് കിട്ടുകയെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒത്ത് കിട്ടുകയെന്നുണ്ടെങ്കിൽ എൻ്റെ ഉപ്പാൻ്റെ ഓപ്പറേഷൻ ചെയ്യായിരുന്നു. അങ്ങനെ കേട്ടോ. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും. ഒരുപാട് ഇപ്പോഴും ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ആ തന്ന
ആൾക്കാർക്ക് എൻ്റെ ഉപ്പാൻ്റെ ചികിത്സയൊക്കെ തന്ന ആൾക്കാർക്ക് ഹയറും ബർക്കത്തും റഹ്മത്തും ഒക്കെ പടച്ചോൻ കൊടുക്കട്ടെ. ഇനി ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കാനുള്ള ബുദ്ധിയും കൊടുക്കട്ടെ, കയ്യിലും കൊടുക്കട്ടെ. അത്രേ പറഞ്ഞോളൂ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.